സാധാരണ തമിഴ് തെലുങ്ക് സിനിമകളിൽ വില്ലന്റെ വാഹനമായിരുന്നു ടാറ്റ സുമോ. നിരനിരയായി വരുന്ന വെള്ള സുമോകൾ ഒരു കാലത്ത് സിനിമയിലെ വില്ലനിസത്തിന്റെ പ്രതീകമായിരുന്നു. നായകനുമായുള്ള ഫൈറ്റിനിടയിൽ ഇടിച്ചും ബോംബ് പൊട്ടിച്ചുമെല്ലാം തകർത്തിരുന്നതോടെ സിനിമയിലെ വില്ലൻ വണ്ടിയായി സുമോ മാറി. വെള്ളിത്തിരയിൽ വില്ലനായിരുന്നെങ്കിലും പുറത്ത് ഒരുപാട് ആരാധകരുള്ള SUV ആയിരുന്നു ടാറ്റ സുമോ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് എന്ന മലയാള ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെയും സംഘത്തിന്റെയും വണ്ടിയായി സുമോ വന്നപ്പോൾ ആ വില്ലൻ പരിവേഷം മലയാളി പ്രേക്ഷകർ മറന്നു. അതെ, ഇത്തവണത്തെ ലെറ്റ്സ് ഗോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് ടാറ്റ സുമോയുടെ വിശേഷങ്ങളാണ്. ഇപ്പോൾ റോഡിൽ കാണുന്ന പുതുതലമുറ SUVകളെല്ലാം പിറവിയെടുക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ ഇന്ത്യയുടെ നിരത്തുകൾ കീഴടക്കിയതാണ് ടാറ്റ സുമോ എന്ന 10 സീറ്റർ. സുമോ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലെത്തുന്നത് ഒരു സുമോ ഗുസ്തിക്കാരന്റെ ചിത്രമാണ്. എന്നാൽ അതുമായി ടാറ്റ സുമോയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ആ പേരിന് പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് ടാറ്റ കമ്പനിയിലെ ഉയർന്ന എക്സിക്യൂട്ടീവുകൾ ഒരുമിച്ചിരുന്നായിരുന്നു ഉച്ചഭക്ഷണം കഴിച്ചിരുന്നത്. എന്നാൽ അക്കാലത്തെ ടെൽകോ വിഭാഗത്തിന്റെ CEO ആയിരുന്ന സുമന്ത് മുൽഗോക്കർ മാത്രം അവരുടെ കൂടെ ഇരിക്കാതെ എന്നും പുറത്തുപോയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അത് ഓഫീസിൽ ചർച്ചയായി. പല കഥകളും ആളുകൾ പറഞ്ഞു തുടങ്ങി. ഏതൊക്കെയോ ഡീലർമാർ അദ്ദേഹത്തിന് 5 സ്റ്റാർ ഹോട്ടലുകളിൽ ലഞ്ച് നൽകുന്നുണ്ട് എന്നായിരുന്നു അതിലൊന്ന്. ഇതിന്റെ സത്യാവസ്ഥ അറിയാനായി ഒരു ദിവസം ചില സഹപ്രവർത്തകർ സുമന്തിനെ പിന്തുടർന്നു. എന്നാൽ അദ്ദേഹം പോയത് ഒരു ധാബയിലേക്കായിരുന്നു. അവിടെ ട്രക്ക് ഡ്രൈവർമാരുമൊത്തായിരുന്നു അദ്ദേഹം ഉച്ചഭക്ഷണം കഴിച്ചിരുന്നത്. അദ്ദേഹം അവരോടൊപ്പം പങ്കിടുന്ന സമയങ്ങളിൽ ടാറ്റയുടെ ട്രക്കുകളുടെ മേന്മകളും പോരായ്മകളും അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ടാറ്റയോടുള്ള ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ കമ്പനി 94 പുറത്തിറങ്ങിയ തങ്ങളുടെ SUVക്ക് സുമോ എന്ന പേര് നൽകി. സുമന്ത് മുൽഗോക്കർ എന്ന പേരിന്റെ ചുരുക്കമാണ് ഈ സുമോ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തേതും ഏറ്റവും കരുത്തുറ്റതുമായ SUVകളിൽ ഒന്നായിരുന്നു ഇത്. പരമാവധി യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ വിപണിയിലും നിരത്തുകളിലും ടാറ്റ സുമോ വളരെ ജനപ്രിയമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളായ സുമോ 10 സീറ്റർ MUV എന്ന് പറഞ്ഞാണ് അന്ന് പുറത്തിറക്കിയത്. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. അന്ന് 10 സീറ്റിന് താഴെയുള്ള വാഹനങ്ങൾക്ക് 40% എക്സൈസ് ഡ്യൂട്ടി, 10 സീറ്റിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 15%. 3.26 ലക്ഷം രൂപയായിരുന്നു അന്ന് ടാറ്റ സുമോയുടെ വില. ടാറ്റയുടെ മറ്റു വാഹനങ്ങളൊന്നും നേടിയിട്ടില്ലാത്ത അംഗീകാരം ഈ വാഹനത്തിലൂടെയാണ് ടാറ്റയെ തേടിയെത്തിയത്. പുറത്തിറങ്ങി 4 വർഷത്തിനുള്ളിൽ 10 ലക്ഷം സുമോയാണ് ഇന്ത്യൻ നിരത്തുകളിൽ എത്തിയത്. ടെൽകോ ലൈൻസ് ടാറ്റ X2 ബോഡി ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമിലാണ് ടാറ്റ സുമോ നിർമ്മിച്ചത്. ടാറ്റ മോട്ടോഴ്സിന്റെ തന്നെ ടെൽകോ ലൈൻ പ്യൂഷോ XD88 2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് സുമോയിൽ കൊടുത്തിട്ടുള്ളത്. 63 bhp ഉള്ള ടാറ്റ സുമോ സൈനികർക്കും ഓഫ് റോഡുകൾക്കുമുള്ള വാഹനമായാണ് ആദ്യഘട്ടത്തിലെത്തിയത്. എന്നാൽ വൈകാതെ തന്നെ ഈ വാഹനം പൊതുജനങ്ങളിലേക്കും എത്തുകയായിരുന്നു. വലിയ വണ്ടിയായി ജീപ്പ് മാത്രം കണ്ടിട്ടുള്ള ജനങ്ങൾ ടാറ്റ സുമോയ്ക്ക് വലിയ വരവേൽപ്പാണ് നൽകിയത്. 96ലാണ് ടാറ്റ സുമോ അതിന്റെ ഒരു ഡീലക്സ് വേർഷൻ പുറത്തിറക്കുന്നത്. തുടർന്ന് 1998-ൽ 92 bhp കൂടിയ ടർബോ ചാർജ്ഡ് വേർഷൻ ഓഫ് ദ പ്യൂഷോ XD88 2 ലിറ്റർ ഹോമോലോഗേറ്റഡ് യൂറോ 2 ഡീസൽ എഞ്ചിൻ ടാറ്റ അവതരിപ്പിച്ചു. പിന്നീട് 2000-ൽ എഞ്ചിനിലും വീൽ ബേസിലും ട്രാൻസ്മിഷനിലും മാറ്റങ്ങളോടെ പുറത്തിറക്കിയ വാഹനമാണ് ടാറ്റ സുമോ സ്പേസിയോ. 4x4ന്റെ അതേ എഞ്ചിനോട് കൂടി വന്ന സ്പേസിയോയ്ക്ക് 65 bhpയും 6 സീറ്റർ കോൺഫിഗറേഷനോടും കൂടിയാണ് അവതരിപ്പിച്ചത്. റൂറൽ മാർക്കറ്റ്സ് പിടിക്കാൻ ടാറ്റ സുമോ സ്പേസിയോ ST എന്ന പേരിൽ 4 വീൽ ഡ്രൈവ് ഉൾപ്പെടുത്തി ഒരു സോഫ്റ്റ് ടോപ്പ് വേർഷനും ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കി. വാസ്തവത്തിൽ സ്പേസിയോ ക്ലാസിക് സുമോയുടെ വില കുറഞ്ഞ പതിപ്പായാണ് വിലയിരുത്തുന്നത്. പിന്നീട് 2004-ലാണ് സുമോയുടെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ ടാറ്റ പുറത്തിറക്കിയത്.
സുമോ വിക്ട എന്നായിരുന്നു ഈ വേരിയന്റിന്റെ പേര്. മൾട്ടി ഫങ്ഷണൽ ഇൻസ്ട്രുമെന്റ് പാനൽ, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, കീലെസ് എൻട്രി എന്നിങ്ങനെ അക്കാലത്തെ പുതിയ ഫീച്ചേഴ്സോട് കൂടിയാണ് സുമോ വിക്ട വിപണിയിലെത്തിയത്. 2007 ടാറ്റ മോട്ടോഴ്സ് സുമോ വിക്ട ടർബോ DI എന്ന പേരിൽ ഒരു അപ്ഡേറ്റഡ് വേർഷനും പുറത്തിറങ്ങി. പവർ ട്രെയിൻ സ്പേസിയോയിൽ നിന്ന് മാറ്റി ബോഡി സ്റ്റൈലിംഗിലും ഇന്റീരിയറിലും സ്പെയർ വീൽ പ്ലേസിംഗിലും മാറ്റം വരുത്തിയാണ് അവതരിപ്പിച്ചതെങ്കിലും 2011 കൂടി ടാറ്റ മോട്ടോഴ്സ് ഈ മോഡലിന്റെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചു. തൊട്ടടുത്ത വർഷം സുമോ ഗോൾഡ് എന്ന പേരിൽ മറ്റൊരു ഫേസ് ലിഫ്റ്റ് മോഡലും ടാറ്റ അവതരിപ്പിച്ചു. ത്രീ ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, ന്യൂ ഫാബ്രിക്സ്, എയർ കണ്ടീഷനിങ് കൺട്രോൾസ്, ഫോക്സ് ബ്രിയർ ഫിനിഷോട് കൂടിയ ഇൻസ്ട്രുമെന്റേഷൻ, മെച്ചപ്പെട്ട കംഫർട്ട് ലെവലും ബ്രേക്കിംഗ് സിസ്റ്റവും, ഓഫ് റോഡ് റൈഡ് സുഗമമാക്കാൻ പുതിയ ഷോക്ക് അബ്സോർബേഴ്സും 85 bhpയും ഉൾപ്പെടുത്തിയാണ് സുമോ ഗോൾഡ് പുറത്തിറക്കിയത്. അതുവരെ പുറത്തിറങ്ങിയതിൽ ടാറ്റ സുമോയുടെ ഏറ്റവും മികച്ച വേരിയന്റായാണ് സുമോ ഗോൾഡിനെ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ഡ്യുവൽ എയർ ബാഗുകൾ, ABS, സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ, സ്പീഡ് അലേർട്ട് സിസ്റ്റങ്ങൾ, റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ തുടങ്ങിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തുന്നതിലും പുതിയ BS4 മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ നിലവിൽ വന്നത് പാലിക്കുന്നതിലും ടാറ്റ സുമോ പരാജയപ്പെട്ടു. ജനപ്രിയവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഒരു മോഡലായിരുന്നെങ്കിലും അതിൻ്റെ പഴയ ലാഡർ ഫ്രെയിം ചേസിസ് കണക്കിലെടുക്കുമ്പോൾ ചെലവേറിയതും സങ്കീർണവുമായേക്കാവുന്ന സുരക്ഷാ സവിശേഷതകൾ ഉപയോഗിച്ച് അത് പുതുക്കി പണിയുന്നതിനു പകരം 2019 ടാറ്റ സുമോയുടെ നിർമ്മാണം പൂർണ്ണമായി നിർത്തലാക്കാൻ ടാറ്റ മോട്ടോഴ്സ് തീരുമാനിച്ചു. 2025 വീണ്ടും സുമോ എത്തുന്നു എന്ന വാർത്തകൾ വാഹനപ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്നുണ്ട്. എങ്കിലും ഔദ്യോഗികമായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല. സുമോ എന്ന ഐതിഹാസിക പേര് മറ്റൊരു വാഹനത്തിൽ ടാറ്റ ഉപയോഗിക്കുമോ എന്ന കാര്യവും ഇതുവരെ കമ്പനി വ്യക്തമാക്കിയിട്ടുമില്ല. നിലവിൽ സുമോ വീണ്ടും വരുന്നു എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ തികച്ചും വ്യാജമാണ്. വരാനിരിക്കുന്നതിൽ നിലവിൽ ഭൂരിഭാഗവും ഇലക്ട്രിക് വാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ടാറ്റ മോട്ടോഴ്സ് സുമോ എന്ന പേര് വീണ്ടും ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചാലും ഉടനെ തന്നെ ആ വാഹനം വിപണിയിൽ എത്താനുള്ള സാധ്യതയും കുറവാണ്. ഏതായാലും ലെറ്റ്സ് ഗോയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ടാറ്റ സുമോയുടെ വിശേഷങ്ങളാണ്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം ലെറ്റ്സ് ഗോയുടെ മറ്റൊരു എപ്പിസോഡ്.